ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ടൈപ്പിലുള്ള ഒരു കേക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് വെറൈറ്റി കേക്കിന്റെ മോഡൽസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് കസ്റ്റമർ ഓർഡർ തന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ബേബി ഷവർ തീം കേക്കായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് എനിക്ക് അങ്ങനെ ഒരു തീം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം. അപ്പോൾ ഇത് കസ്റ്റമർ തന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ എനിക്ക് മോഡൽ അയച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് ഉണ്ടായിരുന്നതിൽ ബേബി ഇങ്ങനെ മുകളിൽ കമിഴ്ന്ന് കിടക്കുന്ന ഒരു ടൈപ്പ് ബേബി ഉണ്ടല്ലോ, ആ ഒരു മോഡലായിരുന്നു. അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ എൻ്റെ കയ്യിൽ അതിൻ്റെ മോൾഡ് ഇല്ല. ഞാൻ അതങ്ങനെ വാങ്ങി വെക്കാറില്ല. നമ്മുടെ ഇവിടെയൊന്നും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒന്നും അധികം ആഘോഷിക്കാറില്ല. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള ഓർഡറൊന്നും അധികം വരാറില്ല. അപ്പോൾ എനിക്ക് ആ ബേബി ഇങ്ങനെ അതിൻ്റെ മോൾഡ് കാണുന്ന സമയത്ത് ഞാൻ എപ്പോഴും അത് വാങ്ങണമെന്ന് വിചാരിക്കും. എന്നിട്ട് ഞാൻ വിചാരിക്കും വേണ്ട, എന്തിനാണ് വെറുതെ, നമുക്ക് അങ്ങനെയുള്ള ഓർഡറൊന്നും വരാറില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ വാങ്ങാറുമില്ല. എന്നിട്ട് ഞാനത് ഓർഡർ ചെയ്തു. എനിക്കതൊരു കാണാനുള്ളൊരു ഭംഗി കൊണ്ട് ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമർ ഓർഡർ തന്ന സമയത്ത് അതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഇതേപോലെ എൻ്റെ കയ്യിൽ അതിൻ്റെ മോൾഡ് ഇല്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് അത് ചെയ്തെടുക്കുന്നത് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അപ്പോൾ കസ്റ്റമർ പറഞ്ഞു എന്നാൽ പിന്നെ കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വേറൊരു മോഡലും കൂടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് നമ്മുടെ ഈ കുഞ്ഞിൻ്റെ കാൽപാദം ഉണ്ടല്ലോ, അതിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു. അത് പിന്നെ കുഴപ്പമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് പിങ്കും പിന്നെ ഈ ഒരു ടൈപ്പ് കളറായിരുന്നു. അതിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്രീനും ലീഫ് ഗ്രീനും പിന്നെ ബ്ലൂവും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കേക്കുകളിൽ ഈ കളറും വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ രണ്ട് കളറും കൂടി മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ബ്ലൂ ഷെയ്ഡ് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ബ്ലൂ കളർ 2 ഡ്രോപ്പും കൊടുത്ത് ഗ്രീൻ 1 കൊടുക്കാം. അല്ലാതെ നമുക്ക് തിരിച്ചും കൊടുക്കാം. അതായത് ബ്ലൂ 1 ഡ്രോപ്പും കൊടുത്തിട്ട് ഗ്രീൻ 2 ഡ്രോപ്പ് കൊടുക്കുമ്പോൾ വേറൊരു കളറും കൂടി ആയി കിട്ടും. അങ്ങനെ നമുക്ക് ഏതാണോ ആവശ്യം അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കുറച്ചും കൂടി ബ്ലൂ കൂടുതലായിട്ട് ഇങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിക്ക് ബ്ലൂ ആണ് കുറച്ച് കൂടുതലായിട്ട് ചേർക്കേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ ആ 2 കളറും കൂടി ചെയ്ത് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്ലെയിൻ ആക്കിയിട്ട് എടുത്തുള്ളൂ. സ്ക്രാപ്പറൊന്നും യൂസ് ചെയ്തിട്ടില്ല, ലൈൻസ് ഉള്ള സ്ക്രാപ്പറൊന്നും യൂസ് ചെയ്തിട്ടില്ല. പ്ലെയിൻ ആക്കി എടുത്തതിന് ശേഷം കേക്ക് ആദ്യം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ പിന്നെ ഫോണ്ടന്റിലാണ് നമുക്ക് ആ കുഞ്ഞിൻ്റെ കാൽപാദം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ അത് ചെയ്തെടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യം എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഇങ്ങനെ മനസ്സിലാലോചിച്ച് നോക്കി. ഞാൻ ഇപ്പോൾ ചെയ്താലും എൻ്റെ കയ്യിൽ ഇതേപോലെ എന്തെങ്കിലും ചെയ്യുന്ന മോൾഡ് ഇല്ലെങ്കിൽ ഞാനത് ഒരു പേപ്പറിൽ അത് വെട്ടിയെടുത്തതിന് ശേഷം അത് ഫോണ്ടന്റിൻ്റെ മുകളിൽ വെച്ചിട്ട് അതും കട്ട് ചെയ്തെടുക്കും. അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇവിടെയും ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ പേപ്പറിൽ വരച്ചിട്ട് അത് ഫോണ്ടന്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോണ്ടൻ്റെ പുറത്ത് തന്നെ അത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നടപ്പുള്ള കാര്യമല്ലായിരുന്നു. ഞാൻ ആദ്യം ചെയ്ത് നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റണമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആ കാൽപാദം ഇങ്ങനെ പേപ്പറിൽ തന്നെ വെട്ടിയെടുത്തിട്ട് വെച്ചു കൊടുത്തിട്ട് ചെയ്തപ്പോൾ ആ വിരലൊന്നും നമുക്ക് ആ കറക്റ്റിന് അതിനകത്ത് വെച്ചിട്ട് അങ്ങനെ കിട്ടണമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആദ്യം പാദം മാത്രം വെട്ടിയെടുത്തിട്ട് പിന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഫിംഗേഴ്സ് എല്ലാം അതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നമുക്ക് ആ 2ഉം കൂടി ഒരുമിച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം കുഞ്ഞു കാലല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു വിരലൊക്കെ വരുന്നത് ഇങ്ങനെ ചെറുതല്ലേ വരുന്നത്. അപ്പോൾ അത്രയും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം പാദം മാത്രം ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഓരോ വിരലും ഇങ്ങനെ ചെറിയ ഒരു ഏറ്റവും ചെറിയത്, പിന്നെ കുറച്ച് അതിൻ്റെ കുറച്ചും കൂടെ വലുത്, പിന്നെ അങ്ങനെ നമുക്ക് വിരലിൻ്റെയൊക്കെ ഒരു ഷേപ്പ് അറിയാമല്ലോ, അതനുസരിച്ചിട്ട് പിന്നെ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കുഞ്ഞു കാലും കൂടി ഫോണ്ടന്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഞാൻ തലേ ദിവസം രാത്രി തന്നെ ചെയ്ത് വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ രാവിലെയാണ് ബാക്കി വർക്കെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ പിന്നെ തിരക്കാണെങ്കിൽ ചിലപ്പോൾ ഇതും കൂടി ചെയ്യാനുള്ള സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണിത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഇതുവരെയും ഇങ്ങനെ ഒരു കാൽപാദം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നേരത്തെ ചെയ്ത് വെച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടല്ലോ. കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇതെടുത്ത് കേക്കിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ രാത്രി തന്നെ ഇതെല്ലാം ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിംഗേഴ്സ് എല്ലാം ഞാനിങ്ങനെ ജസ്റ്റ് അതിലേക്കൊന്ന്
ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തപ്പോൾ തന്നെ അത് അവിടെ തന്നെ ഒട്ടിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അതിൽ ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ആ ബ്രഷ് ചെയ്ത് വെച്ചിട്ട് ആദ്യമേ തന്നെ ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു, കളറും കൂടി ഗോൾഡൻ കളറും കൂടി. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അത് നമ്മൾ കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത്രയും ചെയ്ത് വെച്ച് അതൊന്ന് സെറ്റാക്കിയതിന് ശേഷം പിന്നെ രാവിലെ അതിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വിരലെല്ലാം അങ്ങനെ വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ആ ഒരു ഷേപ്പ് ആയോ ഇല്ലയെന്നൊന്ന് ജസ്റ്റ് നോക്കി ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. വിരൽ വെക്കുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വലുത് പിന്നെ ചെറുത് അങ്ങനെ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് വെച്ചെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ദൂരോട്ട് മാറി നിന്നിട്ട് നമ്മൾ അടുത്ത് നിൽക്കുന്നേക്കാളും കുറച്ച് ദൂരോട്ട് മാറി നിന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് ബാക്കി എല്ലാം കൂടി കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. രാത്രി ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ രാവിലെ ആയപ്പോൾ അത്യാവശ്യം നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിലാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, സൈഡ് വശത്താണ്. എന്നിട്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് എടുത്ത് വെക്കുന്ന സമയത്ത് ആ ഗോൾഡൻ ഡസ്റ്റ് കുറച്ച് ഭാഗങ്ങളിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിച്ച ഭാഗങ്ങളിൽ. അപ്പോൾ അവിടെ ആ കേക്കിൽ വെച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കി എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മുകളിൽ കുറച്ച് ഷുഗർ ബോൾസ് അല്ല ഫോക്സ് ബോൾസും
കുറച്ച് ലീഫും ഒക്കെ വെക്കാനുണ്ടായിരുന്നു, അതും കൂടി വെച്ച് കൊടുത്തു. പിന്നെ ബേബി ഷവറിൻ്റെ ഒരു ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാത്രി ചെയ്ത് വെച്ചതുകൊണ്ടാണ് അത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫോണ്ടൻ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഇതേപോലെ തലേ ദിവസം ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ രാവിലെ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അത് സെറ്റായിട്ട് ഇരിപ്പുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ഇങ്ങനെ നല്ല സ്റ്റിഫായിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. പിന്നെ കുറച്ച് ഗോൾഡൻ ലീവ്സ് ഉണ്ടല്ലോ, അതും കൂടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് മിക്സ് ചെയ്തതിൽ ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടി കേക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ബ്രഷ് കൊണ്ടൊന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി വെച്ച് കൊടുത്തപ്പോഴത്തേക്കും കേക്ക് ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ചെയ്തത് കൊണ്ടാണോ എന്ന് അറിയാൻ വയ്യ. എനിക്ക് നല്ലൊരു താല്പര്യത്തോടു കൂടി ചെയ്തിട്ടുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ കസ്റ്റമറും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ ഈ ഗോൾഡൻ ഡസ്റ്റ് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കമൻറ്റ്. അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വാങ്ങുന്ന ഷോപ്പിൽ തന്നെ അതും കിട്ടും. അത് നമുക്ക് വാങ്ങിയിട്ട് അതിങ്ങനെ പൊടിയായിട്ടല്ലേ കിട്ടുന്നത്. അത് നമുക്ക് കുറച്ച് പച്ചവെള്ളത്തിൽ, അതായത് 1-2 ഡ്രോപ്പ് വെള്ളമേ ഒഴിക്കാവൂ. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ അളവനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇവാപ്പറേറ്റ് വാങ്ങിയിട്ട് അതിൽ മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ഇതുവരെയും അതൊന്നും വാങ്ങിയിട്ടില്ല. ഞാൻ വെള്ളത്തിൽ തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുവരെയും ഒരു കുഴപ്പമില്ല. അങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് വാങ്ങിയിട്ടായാലും മതി. ഞാൻ വെള്ളത്തിൽ തന്നെയാണ് ഇതുവരെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്.